ഈ വരുന്ന കാലം ഗ്ലോബലി ഒരു വളരെ മാറ്റമുള്ള കാലമായിരിക്കും. ഇത് ഇന്നലെ നോക്കിയാൽ ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം, ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു 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 പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകുന്നു. ഗ്ലോബൽ ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്, എത്രയോ ചേഞ്ച് വരുന്നുണ്ട്. ടെക്നോളജി ആണോ, ട്രേഡ് ആണോ, മാനുഫാക്ചറിങ് ആണോ, ഈ ഗ്ലോബൽ ചേഞ്ചസിന്റെ ഇമ്പാക്റ്റ് ഇവിടെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭാവിയിൽ ഒരു ഫോർമുല ആയിരിക്കും സത്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമുല. അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യൂത്തുള്ള സംസ്ഥാനത്തിലായിരിക്കും. കഴിവുള്ള യൂത്ത് പോകുന്നത് അവസരങ്ങളുള്ള സംസ്ഥാനം. മനസ്സിലായില്ലേ? ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയാം. ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ കം ടു വെയർ ദ ടാലന്റ് ഇസ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വെയർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോവും. യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിക്ഷേപം വരാൻ ഒരു ഇൻസെന്റീവും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് ഈ വരുന്ന കാലത്തും ഇന്ന് നടക്കുന്ന വരുന്ന കാലത്തിലെ ഒരു റിയാലിറ്റി. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളയിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല, നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത്. വിദ്യാഭ്യാസമുള്ള തലമുറ, IT, ടൂറിസം, മാനുഫാക്ചറിങ്, ഇതെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ടീമിന്റെ ഒരു സിസ്റ്റമിൽ നമുക്ക് നിലയിൽ ഈ വികസന സന്ദേശം നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വീട്ടിൽ എത്തിക്കണം. ഈ ഡെവലപ്മെന്റ് വിഷൻ, ഈ കേരളയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഡെവലപ്മെന്റ് വിഷൻ നമുക്ക് എല്ലാ വീട്ടിലും പോയിട്ട് എത്തിക്കണം. ഇന്ത്യ വരുന്ന കാലത്തിൽ ഇതിൽ ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യ വരുന്ന കാലത്തിൽ ഒരു വികസിത് ഇന്ത്യ, വികസിത് ഭാരത് ആവും. നമ്മുടെ കേരളയും ഒരു വികസിത് കേരള ആവണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇത് നമ്മുടെ ദൗത്യം. എല്ലാവർക്കും പുരോഗതി, വികസനത്തിന്റെ അവസരം കിട്ടണം. എല്ലാ മതം, എല്ലാ സമുദായത്തിന്റെ ജനങ്ങൾക്ക് അവസരം നൽകണം എന്നാണ് ഈ വികസിത് കേരളത്തിന്റെ ഉണ്ടാക്കാൻ നമ്മൾ മാറ്റാൻ പോകുന്ന നമ്മുടെ ഒരു ലക്ഷ്യം. അതാണ് നമ്മുടെ ദൗത്യം. ഞാൻ ഒടുവിൽ ഈ മാറ്റത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒടുവിൽ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ പോകുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് NDA സർക്കാർ അധികാരത്തിൽ എത്തണം. മാറ്റം കൊണ്ടുവരാൻ ഇതാണ് ഒരു മാർഗം. ഇത് മാത്രം ഒരു മാർഗമാണ്. അപ്പോൾ NDA BJP അധികാരത്തിൽ കൊണ്ടുവരാനാണ് എനിക്ക് തന്ന ദൗത്യം. എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, BJP NDA അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ.